ഫ്രീസർ വെച്ചേക്കായിരുന്നു ഏകദേശം 3 മണിക്കൂറോളം നമ്മൾ വെച്ചു. പിന്നെ വെള്ളത്തിൻ്റെ അടിയിലുള്ള നമുക്ക് ആ ഒരു ടച്ചൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് നോക്കാം. ഞാനിപ്പം നമുക്ക് ടച്ച് വലുതായിട്ട് വർക്കിങ് വെള്ളത്തിൻ്റെ അണ്ടർ വാട്ടറിൽ വരുന്നില്ല. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ന്യൂ എപ്പിസോഡ് ഓഫ് ഈപോക്ക് യൂണിക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒന്നാണ്. വേറൊന്നും കൊണ്ടല്ല, മലയാളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഈ ഒരു വാച്ചിൻ്റെ റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. കോസ്പെറ്റ് ടാങ്ക് M2 എന്ന് പറയുന്ന മിലിറ്ററി ഗ്രേഡ് വാച്ചാണ്. ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് വാച്ച് എന്ന് തന്നെ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ്ങും കാര്യങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിനുശേഷം ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂവും അതുപോലെ തന്നെ മിലിറ്ററി ഗ്രേഡ് വാച്ച് ആയതുകൊണ്ട് തന്നെ വാട്ടർ റെസിസ്റ്റൻസും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ ഒരു അടിപൊളി അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളുമാണ് നമുക്ക് ഫ്രണ്ട് ലുക്കിൽ നിന്ന് തന്നെ കിട്ടുന്നത്. ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സിലിക്കോൺ റബ്ബർ മോൾഡ് ആയിട്ടുള്ള സ്ട്രാപ്പാണ്. ഈ ഒരു സ്ട്രാപ്പ് വാച്ച് ഇഷ്ടപ്പെടുന്നവർ ഇല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും സ്റ്റൈൽ ചെയ്യുന്നവർക്കൊക്കെ അറിയാം. നമ്മൾ നോർമലിയുള്ള ലെതർ വാച്ചിനെയും കാട്ടി ഒരുപാട് കംഫർട്ടും ക്വാളിറ്റി ഉള്ളതാണ് ഈ ഒരു സിലിക്കോൺ ലെതർ എന്ന് പറയുന്നത്. ഈ ഒരു ഡിസ്പ്ലേ ആണ് നമ്മൾ പിന്നെ എടുത്തു പറയേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത്. 1.85 ഇഞ്ചിൻ്റെ ഒരു സൂപ്പർ HD ഡിസ്പ്ലേ ആണ് നമുക്ക് വരുന്നത്. ആ ഒരു ഡിസ്പ്ലേയുടെ ക്വാളിറ്റി മാത്രമല്ല, ഓവറോൾ നോക്കുമ്പോൾ ഈ ഒരു വാച്ച് എന്ന് പറയുന്നത് 7000 എന്തുകൊണ്ട് വർത്ത് തന്നെ. കാരണം ഒരു പ്രീമിയം ലുക്ക് ആ ഒരു ഡിസ്പ്ലേയിലും ലെതറിലും എല്ലാം തന്നെ അത് കൊടുക്കുന്നുള്ളതെന്ന് പറയുന്ന ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് തന്നെയാണ്. അപ്പോഴത്തേക്ക് നമുക്ക് ഫസ്റ്റ് ഫേസിൽ തന്നെ വരുന്നത് നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു ഒറ്റ ബട്ടണായിട്ട് വരുന്നതാണ് നമ്മുടെ സ്പോർട്സ് കീ എന്ന് പറയുന്നത്. ഇതിൻ്റെ ബാക്കിലായിട്ടാണ് നമുക്ക് ഈ ഒരു ചാർജിങ്ങിൻ്റെ പോർട്ട് വരുന്നത്. അപ്പം നമുക്ക് ഈ സെൻട്രലായിട്ടുള്ളിടത്ത് നമുക്ക് ഹാർട്ട് റേറ്റും ബ്ലഡ് ഓക്സിജൻ സെൻസറൊക്കെ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ബോക്സിനകത്ത് പിന്നെ വരുന്നതെന്ന് പറയുന്ന ഒരു സ്ക്രീൻ കാർഡാണ്. നമ്മൾ ഈ ഒരു ഡിസ്പ്ലേ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഓൾറെഡി മിലിറ്ററി ഗ്രേഡ് ഒരു വാച്ചാണ്, പക്ഷേ ഒരു അധിക പ്രൊട്ടക്ഷൻ എന്ന രീതിയിലാണ് നമുക്കൊരു സ്ക്രീൻ കാർഡും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒട്ടിക്കാനുള്ള ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് വൈപ്പ് ചെയ്യാനുള്ള സംഭവം കാര്യങ്ങളും എല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അവർ ഈ ഒരു ബോക്സിൻ്റെ അകത്ത്. അപ്പോൾ ബോക്സിൽ ഇത്രേ വരുന്നുള്ളൂ. പിന്നെ വരുന്നതെന്ന് പറയുന്നത് യൂസർ മാനുവലാണ്. ഗൂഗിളിലാണെന്നുണ്ടെങ്കിലും ആപ്പിളിലാണെന്നുണ്ടെങ്കിലും കോസ്പെറ്റിൻ്റെ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ ഫങ്ഷൻസും കാര്യങ്ങളും എല്ലാം തന്നെ നമുക്ക് അതിൻ്റെ അകത്ത് ചെയ്യാവുന്നതാണ്. അപ്പം നല്ലൊരു ഫാസ്റ്റായിട്ട് നമുക്ക് ഫസ്റ്റ് ഫോണിൽ വരുന്നു, നെക്സ്റ്റ് സെക്കൻഡിൽ തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് വാച്ചിലേക്ക് ആ ഒരു കോൾ കണക്റ്റ് ആവുന്നുണ്ട്. നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ടാങ്ക് M2 ആണ്. M1 ഓൾറെഡി ഉണ്ട്. അതിനെക്കാട്ടി ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ളൊരു വേർഷനാണ് M2 എന്ന് പറയുന്നത്. വെറും ഒരു അൺബോക്സിങ് മാത്രമായിട്ട് നമ്മൾ ഈ വീഡിയോ ചെയ്തില്ല എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊരു റെഗ്ഡ് വാച്ചാണ്. അതായത് നമുക്കിപ്പോൾ ഫംഗലായിരുന്നാലും ഒത്തിരി ടെസ്റ്റും കാര്യങ്ങളും കഴിഞ്ഞ് സർട്ടിഫൈഡ് ആയിട്ടുള്ളൊരു വാച്ചാണ് നമ്മൾ മിലിറ്ററി ഗ്രേഡ് വാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ഏകദേശം 50 മീറ്ററോളം ഡീപ്പായിട്ട് വാട്ടറിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് മിലിറ്ററിയിലൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അവർ മൈനസിലായിരിക്കും എപ്പോഴും സ്റ്റേ ചെയ്യുന്നതും കാര്യങ്ങളും. അപ്പോൾ അവർക്ക് നോർമൽ വാച്ച് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ടൈപ്പാണ് മിലിറ്ററി ഗ്രേഡ് എന്ന് പറയുന്നത്. നമ്മളപ്പോൾ ഇതൊന്ന് വെള്ളത്തിലിട്ട് നോക്കാൻ പോവാണ് എത്രത്തോളം ഇതിൻ്റെ അകത്ത് ആ ഒരു റെസ്പോൺസും ടച്ച് റെസ്പോൺസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് നമുക്ക് എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. എന്തായാലും ഒരു മിലിറ്ററി ഗ്രേഡ് വാച്ച് കിട്ടിയതല്ലേ, അപ്പോൾ നമുക്ക് നേരെ അതൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് പോവാം. ഓക്കെ, 50 മീറ്റർ എന്നാണ് ഇവർ പറയുന്നത്. ഞാനിപ്പോൾ വാച്ച് ഓണായിട്ട് വെച്ചേക്കാണ്. ബ്ലൂടൂത്ത് ഓൾറെഡി നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്, കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇത് ഈ ഒരു വെള്ളത്തിലേക്ക് നമുക്ക് ഇട്ട് നോക്കാം. വെള്ളത്തിൻ്റെ അടിയിലുള്ള നമുക്ക് ആ ഒരു ടച്ചൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് നോക്കാം. ഞാനിപ്പം നമുക്ക് ടച്ച് വലുതായിട്ട് വർക്കിങ് വെള്ളത്തിൻ്റെ അണ്ടർ വാട്ടറിൽ വരുന്നില്ല കേട്ടോ. ഇതെനിക്കൊരു ടച്ചിൻ്റെ ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഡീമെറിറ്റ്സ് ആയിട്ട് തന്നെ എനിക്ക് തോന്നുകയാണ്. പക്ഷേ അണ്ടർ വാട്ടറിൽ നമുക്ക് ഓഫ് ആവുകയോ വേറെ ഫംഗ്ഷനിലേക്ക് പോകാൻ ബട്ടൺസോ കീയോ കാര്യങ്ങളോ വർക്ക് ആവുന്നുണ്ട്, പക്ഷേ വലിയൊരു റെസ്പോൺസും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല. ഇതാണിപ്പോൾ നമ്മൾ വെച്ച ഒരു അവസ്ഥയെന്നൊക്കെ പറയണത്. പെട്ടെന്ന് മെൽറ്റ് ആവുന്നുണ്ട് കേട്ടോ, അതെനിക്ക് എന്തെന്ന് അറിയത്തില്ല. പക്ഷേ ഭയങ്കര നല്ല രീതിയിൽ ഇത് സംഭവം തണുത്തിട്ടുണ്ട്. നമ്മൾ സ്ക്രീനൊക്കെ ടച്ച് ചെയ്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ചെയ്ത് വർക്കാവുന്നുണ്ട് കേട്ടോ. പക്ഷേ നന്നായിട്ട് ആ ഒരു മഞ്ഞടിച്ചൊരു എഫക്റ്റും കാര്യങ്ങളും സ്ക്രീനൊക്കെ വർക്കാവുന്നുണ്ട്, പക്ക വർക്കാവുന്നുണ്ട്. ഒരു ഫങ്ഷനും കാര്യങ്ങളൊക്കെ ആക്റ്റീവ് ആവുന്നുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ ഓൾറെഡി ഐസിൽ വെച്ച് നോക്കി. ഐസിലല്ല, ഫ്രീസർ വെച്ചേക്കായിരുന്നു ഏകദേശം 3 മണിക്കൂറോളം നമ്മൾ വെച്ചു. പിന്നെ വീഡിയോ എടുക്കുന്നതിന് വേണ്ടി നമ്മളിപ്പോൾ എടുത്തതാണ്. യാതൊരുവിധ കുഴപ്പമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല.
ഞാനിപ്പോൾ നല്ലൊരു വെയിലത്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഏറ്റവും ഒരു വാച്ച് യൂസ് ചെയ്യുമ്പോൾ വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് വിസിബിലിറ്റി ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഔട്ട്ഡോറിലാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇൻഡോറിലാണെന്നുണ്ടെങ്കിലും ഒരുപോലെയുള്ളൊരു വിസിബിലിറ്റിയും കാര്യങ്ങളും വേണം. അപ്പോൾ ഞാനിതിപ്പം ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴും ഞാനിപ്പോൾ കൊട്ട വെയിലത്താണ് കേട്ടോ, എന്നിട്ടും നല്ലൊരു വിസിബിലിറ്റി. നമുക്ക് ഇതിൻ്റെ അകത്ത് ലൈറ്റിങ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ഫുള്ളാണ്. ആ ഫുള്ളിൽ ഇട്ടിട്ട് പോലും ഇൻ കേസ് കുറച്ചുകൂടെ കുറച്ചാൽ പോലും നമുക്ക് നല്ലൊരു വിസിബിലിറ്റിയും കാര്യങ്ങളും ഈ ഒരു വാച്ചിൻ്റെ സൈഡിൽ നിന്ന് കിട്ടുന്നുണ്ട്. അത് നല്ലൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ഞാൻ ഇന്നലെ ഈ വാച്ച് ഫുള്ളായിട്ട് നൈറ്റ് ഫുള്ള് കെട്ടിയിട്ടാണ് കിടന്നുറങ്ങിയത്. അപ്പം വേറൊന്നും കൊണ്ടല്ല, അതിൻ്റെ അകത്ത് അവർ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട് സ്ലീപ്പ് ട്രാക്കിംഗ്. സോ അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ കയറി കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പം ഇതിൻ്റെ അകത്ത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഡീപ്പ് സ്ലീപ്പിലേക്ക് പോയത് 51 മിനിറ്റിലാണ് ഞാൻ ഡീപ്പ് സ്ലീപ്പ് ഉറങ്ങിയത്. ബാക്കി അവർ കൊടുത്തിട്ടുണ്ട് ലൈറ്റ് സ്ലീപ്പ് 4 അവേഴ്സാണ്. പിന്നെ ഐ മൂവ്മെൻറ്റ്സ് 1:58 മിനിറ്റിൽ ഞാൻ എൻ്റെ ഐ മൂവ്മെൻറ്റ്സ് കൊടുത്തുകൊണ്ടിരുന്നു. അപ്പം അതെല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഹാർട്ട് റേറ്റ്, അതും ഇപ്പോഴത്തെ എൻ്റെ ഹാർട്ട് റേറ്റ് വരെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ എത്ര മണിക്കൂർ റിലാക്സിങ് മൂഡിലേക്ക് വന്നു, എത്ര മിനിറ്റ്, എൻ്റെ ഹാർട്ട് റേറ്റ് എത്രയാണ്, 51 BPM ആണ് എൻ്റെ ഒരു ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത്. മിനിമം ഹാർട്ട് റേറ്റ് ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് പ്രഷർ, ബ്ലഡ് ഓക്സിജൻ ലെവൽ, ഇതെല്ലാം തന്നെ ഇതിൻ്റെ അകത്ത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ വരുന്നുണ്ട്. ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലം കണ്ടല്ലോ, ഇത്രയും കല്ലൊക്കെ ഉള്ളൊരു സ്ഥലത്താണ്. അത് മാത്രമല്ല, ഇത് റഗ്ഡ് വാച്ചാണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മെറ്റലാണ് ഈ ഒരു ബോഡിയും പാർട്സും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു മിലിറ്ററി ഗ്രേഡ് വാച്ച് നമുക്ക് ഓൾറെഡി ഒന്ന് തറയിട്ട് നോക്കാം. നമ്മൾ ഇത്രയും ടെസ്റ്റ് ചെയ്തതല്ല, അപ്പോൾ ഈ ഒരു തറയിടാതിരിക്കേണ്ട. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ഈ ഒരു ഹൈറ്റിൽ നിന്നാണ് ഞാൻ ഇപ്പോൾ തറയിലിട്ട് നോക്കാനായിട്ട് പോകുന്നത്. കറക്റ്റ് നമ്മൾ ആ ഒരു ഫേസിൽ തന്നെയാണ് ഈ സംഭവം വീണിരിക്കുന്നത്. സോ ആ ഫേസിൽ നിന്ന് എടുത്ത് നോക്കുമ്പോഴും ഈ ഒരു പ്രൊട്ടക്ഷനും കാര്യങ്ങളും വരുന്നതുകൊണ്ട് തന്നെ വേറെ കുഴപ്പമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഒരു ചെറിയൊരു ഈവൻ ഒരു സ്ക്രാച്ച് പോലും വന്നിട്ടില്ല. ഈ ഒരു കല്ലിലാണ്, ഇവിടെ ഫുള്ള് കല്ലാണ് കിടക്കുന്നത്, ഈ ഒരു കല്ല് വീണിട്ട് പോലും. സോ എല്ലാ ക്വാളിറ്റിയും ഞാൻ ചെയ്ത് നോക്കിയ എല്ലാ ടെസ്റ്റിലും ഈ ഒരു വാച്ച് പാസ്സാണ്. ഞാനായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ട, പക്ഷേ നമ്മളെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടാണ് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നമ്മൾ കാണിക്കുന്നത്. ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഏകദേശം 5-6 മണിക്കൂറായി ഞാൻ ഈ വാച്ച് യൂസ് ചെയ്യുന്നു. അപ്പം എനിക്കിതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് തോന്നിയത് നമുക്ക് ഒരു ടച്ചിൻ്റെ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര സ്ലോ ആണ്. നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്തല്ല ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് വാച്ചിൻ്റെ ആ ഒരു സെൻസിറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ പോകുന്നത് എവിടെയൊക്കെയോ പോവുകയാണ്. മാത്രമല്ല, നമ്മളിങ്ങനെ മൂവ് ചെയ്യുമ്പോഴും എനിക്കൊരു സ്മൂത്ത് ആയിട്ടുള്ളൊരു ടച്ച് പാനലായിട്ട് ഈ ഒരു സംഭവം തോന്നിയില്ല. പക്ഷേ ക്വാളിറ്റി ബേസ് ആണെന്നുണ്ടെങ്കിലും ബിൽഡ് ക്വാളിറ്റിയിൽ അന്യായം. ഈ ഒരു റേറ്റിനെന്ന് പറയുന്നത് ഏകദേശം 7,000 rupees ഈ ഒരു വാച്ചിന് വരുന്നുള്ളൂ. ആ ഒരു റേറ്റിന് ഈ ഒരു വാച്ച് എന്ന് പറയുന്നത് വർത്താണ്, ഭയങ്കര വർത്തായിട്ട് തോന്നി. നമ്മൾ ഓൾറെഡി തന്നെ വെള്ളത്തിൽ യൂസ് ചെയ്ത് നോക്കി, അതുപോലെ തന്നെ നമ്മൾ ഇത് ഐസായിട്ട് നോക്കി. ആ ഒരു ടൈമൊക്കെ ഏകദേശം ഒരു 3 മണിക്കൂറോളം ഈ സാധനം ഫ്രിഡ്ജിലിരുന്നു. എന്നിട്ടും ഇതിന് ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഒരു മിലിറ്ററി ഗ്രേഡ് എന്ന് പറയുന്ന നോർമലി നമുക്ക് ഇതിനേക്കാട്ടി ബഡ്ജറ്റ് റേഞ്ച് കുറഞ്ഞിട്ടുള്ള വാച്ചുകളും കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ഏറ്റവും ഒരു സർട്ടിഫൈഡ് ആയിട്ട് അതൊന്നും കറക്റ്റ് പക്കയായിട്ട് നമുക്ക് ആ ഒരു പെർഫോമൻസും കാര്യങ്ങളും ഒന്നും തന്നെ തരത്തില്ല. പക്ഷേ ഈ ഒരു വാച്ച് 100% ഞാൻ പറയുകയാണ്, ആ രീതിയിൽ വർത്തുമാണ്. പെർഫോമൻസും അത്രയും തന്നെ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്.
റിവ്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.